അതുപോലെ തന്നെ ധാരാളം കുട്ടികൾക്ക് ഒരു അത്താണിയാണ് സായി ഗ്രാമം. പല കുട്ടികളെ ഇപ്പോൾ അങ്ങ് ഇടയ്ക്ക് പറയേണ്ടായി, ഭിക്ഷക്കാർ തട്ടിക്കൊണ്ടുവന്ന ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തി. വാസുദേവന് പള്ളൂരുത്തിയിലെ ഭിക്ഷക്കാരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. പോലീസ് അത് കോടതികൾ മുഖാന്തരം എത്തിച്ച് അവസാനം ഹൈക്കോടതിയിലെത്തിയപ്പോൾ അന്നത്തെ ജഡ്ജി മോഹൻകുമാർ, ഞങ്ങളായിട്ട് വളരെ അസോസിയേറ്റ് ചെയ്യണത്, അദ്ദേഹം സായി ട്രസ്റ്റിനെ വിളിച്ച് ആ കുട്ടിയെ ഏൽപ്പിച്ചു. 3 വയസ്സായിരുന്നു ആ കുട്ടിക്ക്. ഇന്ന് ആ കുട്ടി ബിടെക് 3ാമത്തെ വർഷം രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കണം. ബിജു രമേശ് ഫ്രീ ആയിട്ടൊരു സീറ്റ് തന്നു. അങ്ങനെ ആ കുട്ടി അവിടെ പഠിക്കുന്നു. എന്താണെങ്കിലും അങ്ങനെ ഒരുപാടുണ്ട്. പൂർണ്ണചന്ദ്രൻ തെരുവിൽ നിന്ന് ബോംബ് സ്ഫോടനത്തിൽ നഷ്ടപ്പെട്ട പൂർണ്ണചന്ദ്രൻ ഞങ്ങൾ വളർത്തി വലുതാക്കിയെങ്കിലും കഴിഞ്ഞ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ജോലി കൊടുത്തു. അയാളും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സൗകര്യമായി. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് നമുക്ക്. അതെ, സമൂഹത്തിന്റെ ഒരു എന്താ പറയേണ്ട ഒരു കണ്ണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ ശ്രദ്ധിക്കുകയും സായി ഗ്രാമത്ത് എന്താണ് നടക്കുന്നത്, അവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ്, അവിടുത്തെ പ്രായമായ മുത്തശ്ശനും മുത്തശ്ശി എങ്ങനെയാണ് ജീവിക്കുന്നത്, എല്ലാവർക്കും ഒരു എന്താ പറയേണ്ട ഒരു ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരു ആത്മബന്ധമായിട്ട് വളർന്നിട്ടുണ്ട് നമ്മുടെ സായി ഗ്രാമം. ഇതിന് ഒരുപാട് അങ്ങ് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. എന്തൊക്കെ ത്യാഗങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ